പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാവർക്കും അറിയാം നല്ല ചൂട് സമയത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ഉച്ച സമയത്തൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല ദാഹം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഞാൻ ദാഹിച്ചപ്പോൾ ഒരു കരിമ്പ് ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഷോപ്പിൽ കയറിയപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത് കേട്ടോ. നമുക്കറിയാം ഒരു കരിമ്പ് ജ്യൂസിന് 20, 25, 30 രൂപ ഒക്കെ വാങ്ങുന്ന പല സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഇവിടെ വെറും 15 രൂപക്കാണ് ഇവിടെ കരിമ്പ് ജ്യൂസ് കൊടുക്കുന്നത്. മുമ്പ് 10 രൂപയായിരുന്നു, ഇപ്പോഴാണ് ഇവർ 15 രൂപ ആക്കിയത്. എന്നാൽ അത് മാത്രമല്ല കേട്ടോ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദാഹം തീരുന്ന വരെ നമുക്കിങ്ങനെ കരിമ്പ് ജ്യൂസ് ഒഴിച്ചു തരാണ്. ഇവിടുത്തെ സ്ഥിരം കുടിക്കാറുണ്ടോ? അതല്ലേ, ഇവിടുത്തെ പ്രത്യേകത എന്താ? എല്ലാവരും കൂടെ അതെ അതെ കൂട്ടണമെന്ന് പറയണു. കൂട്ടിയോ? അപ്പൊ എത്രയായിരുന്നു അതിന്റെ മുന്നേ? 10 രൂപ ആയിരുന്നു അല്ലേ? അത് മാത്രല്ല നമുക്കിത് കഴിഞ്ഞാൽ ഫില്ല് ചെയ്ത് തരും. അങ്ങനെ ഗുണം. ശരി, അതല്ലേ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അതങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആളിതിങ്ങനെ നമുക്ക് ആവശ്യമുള്ളതിന് ഫില്ല് ചെയ്ത് തരും. അങ്ങനെ നിറച്ചുകൊണ്ടിരിക്കും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത കേട്ടോ. ഇവിടെ ജ്യൂസിന് വേണ്ടിയിട്ട് ആകെ തിക്കും തിരക്ക് കേട്ടോ. പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞു കൊടുത്താൽ എന്താണ് ഇവിടുത്തെ പ്രത്യേകത? ആ ശരി, ഒഴിച്ചു തരും അല്ലേ? നമ്മുടെ ദാഹം തീരുന്നവരെ ഒഴിച്ചു തരും എന്നാണ് ഇതിന്റെ പ്രത്യേകത. നല്ല ജ്യൂസാണ്. 10 രൂപ ആദ്യം ഉണ്ടായിരുന്നു, 15 ആയിട്ടുള്ളൂ. അത് ശരി, അത്ര കൊടുക്കാറുണ്ട്. അതെ അതെ, കിട്ടുന്നുള്ളൂ. അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് അറിയാം ഇവിടെ നല്ല തിരക്കാണ്, ആളുകൾ ക്യൂ നിൽക്കുകയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം ഇവിടുത്തെ ആ ഒരു ക്ലീനിങ്, നല്ല ക്ലീൻ ചെയ്തിട്ടുള്ള കരിമ്പാണ്. അപ്പൊ നമുക്ക് ഇതൊരു കൂലി മുട്ടിക്കാന്നുള്ള രീതിയിലാണ് ചെയ്യണത് അല്ലേ? ഓക്കെ ഓക്കെ. അവർക്ക് ഈ കൂലി പൈസ കിട്ടും. മുതലാളി ഗൾഫിലാണ്. അപ്പൊ ആര് വന്നാലും വെള്ളം ഇല്ലാതെ. അതെ അല്ലേ. ദാഹം തീർത്ത് കൊടുക്കുന്നത് മതി. ആ അങ്ങനെ പറയണ്ടല്ലേ? അപ്പൊ കുറെ ലാഭം എന്നല്ല ഇവിടെ വിഷയം. കൂലി ഞങ്ങൾക്ക് ഇത് കിട്ടും, കൂലി പൈസ കിട്ടും. ആ അത്രേ ഉള്ളൂ. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഷോപ്പിന്റെ ഉടമ ഒരു പ്രവാസിയാണ്. ഇവര് ജോലിക്കാണ് ഇവിടെ നിൽക്കുന്നത്, അവർക്ക് ആ കൂലി കിട്ടും, ആ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. പക്ഷെ ഈ ഒരു പ്രവാസി പറഞ്ഞിട്ടുള്ളത് ആരെങ്കിലും ഇവിടെ ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ വയറ് നിറയെ അവരുടെ ദാഹം അകറ്റി മാത്രമേ അവരെ വിടാൻ പാടുള്ളൂ എന്നാണ് ആ ഒരു പ്രവാസി പറഞ്ഞിട്ട്. എന്തായാലും ആ ഒരു പ്രവാസിക്ക് ഇരിക്കട്ടെ നമ്മുടെ ഇന്നത്തെ ആ ഒരു ലൈക്കും കമന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 15 രൂപക്ക് ഇത്രയും ക്വാണ്ടിറ്റി കൊടുക്കുമ്പോൾ വലിയൊരു ലാഭം പ്രതീക്ഷിച്ചിട്ടല്ല ആ ഒരു പ്രവാസിയുടെ കാഴ്ചപ്പാട് ഉണ്ടാവുക. വരുന്നവരുടെ ദാഹം അകറ്റാന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ കാര്യങ്ങൾ നടന്നു പോകണം, അതുപോലെ തന്നെ ഇവിടെ ഉള്ള ആളുകൾക്ക് ഒരു ജോലി കിട്ടണം, അത്രയും കാര്യങ്ങൾ മാത്രമായിരിക്കും ആ ഒരു പ്രവാസി മനസ്സിൽ കണ്ടിട്ടുണ്ടാവും കേട്ടോ. ലൊക്കേഷൻ വരുന്ന അവിടെ ഈ ലൊക്കേഷൻ കൊപ്പം ആമയൂര് റൂട്ടില്, കൊപ്പം പട്ടാമ്പി റൂട്ടില് ആമയൂര് പുതിയ റോഡ് നടന്ന സ്ഥലം. അതാണ് സ്ഥലം. ഈ ഒരു സ്പോട്ടിൽ പോകുമ്പോൾ ഈ ഒരു ഭാഗത്താണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് കേട്ടോ. അപ്പൊ ഇതുപോലെയുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഈ വഴി പോകുന്നവർക്ക് തീർച്ചയായിട്ടും ഇവിടെ കയറി ജ്യൂസ് കുടിക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.